ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ഒരു ദൃഢനിശ്ചയം എടുക്കുകയാണ്. ഈ ഒരു വർക്ക് ഞാൻ തന്നെ ചെയ്യും, കാരണം അത് എൻ്റെ അഭിമാന പ്രശ്നമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ എൻ്റെ കരിയറിന്, അതായത് മുന്നോട്ടേക്കുള്ള നമ്മുടെ രേവതിയുടെ കരിയറിനെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്തെന്നൊക്കെ പറഞ്ഞാലും എങ്ങനെയെങ്കിലും ആ 3 ലക്ഷം രൂപ ഉണ്ടാക്കി എനിക്ക് ചെയ്തേ പറ്റൂ, ഈ ഓർഡർ എടുത്തേ പറ്റൂ, എനിക്ക് ഈ ഒരു മണ്ഡപം തയ്യാറാക്കി കൊടുത്തേ പറ്റൂ എന്നൊരു ശബ്ദം എടുത്തേക്കാണ് കേട്ടോ. ശബ്ദം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ രേവതിയുടെ ആ ഒരു കരിയറിന് വലിയ രീതിയിൽ അത് ദോഷം ചെയ്യും. ഇവിടെ കൊണ്ടത് ഫ്ലോപ്പും ആകും. അപ്പൊ അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രവീന്ദ്രനെയാണ്. അപ്പൊ രവീന്ദ്രൻ ആരെയോ വിളിച്ച് സംസാരിക്കുകയാണ്, കുറച്ച് പൈസ കടം ചോദിക്കുകയാണ്. ഞാൻ ഇതുവരെ നിന്നോട് കടം ചോദിച്ചിട്ടില്ലല്ലോടാ, എനിക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി സച്ചി ഇത് കേട്ടോണ്ട് ഇങ്ങനെ വരിക. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, അത് പിന്നെ തൽക്കാലം നിന്റെ കയ്യിലുള്ളത് താ, ഞാനത് തിരിച്ചു തന്നോളാം, എനിക്ക് അത്ര ആവശ്യമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ആള് ഇല്ല എന്നങ്ങാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞ എന്നാ വേണ്ടടാ, നിന്റെ ആവശ്യം നടക്കട്ടെ, ഞാൻ അടുത്ത ആളോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എങ്ങനെയെങ്കിലും 3 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. രേവതിയുടെ ആഗ്രഹമല്ലേ ഇത്, അല്ലെങ്കിൽ രേവതിയുടെ എന്താ പറയാ, കരിയറിന്റെ പ്രശ്നമല്ലേ ഇത്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ആരെയൊക്കെയോ വിളിക്കുകയാണ് കേട്ടോ, മാറി മാറി. കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ടോ. സച്ചി ഇത് കണ്ടോണ്ട് നിൽക്കായിരുന്നല്ലോ. സച്ചി ഓടി വന്നിട്ട്, എന്താ അച്ഛാ ഇത്, ഇനി ആരെയും വിളിക്കണ്ട, എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് കെഞ്ചുന്നത്? അത് പിന്നെ കെഞ്ചുന്നതല്ലല്ലോ, ഒരു ആവശ്യം വരുമ്പം കടം ചോദിക്കുന്നത് സാധാരണയല്ലേ? അല്ലല്ല, ഇത് സാധാരണ അല്ല അച്ഛ. കാരണം ക്യാഷിന് വേണ്ടി അച്ഛൻ ആരുടെയും മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടാ പറഞ്ഞത്, വേണ്ട, എൻ്റെ അച്ഛൻ ആരുടെയും മുമ്പിൽ ചെറുതാകണ്ട, എനിക്കത് സഹിക്കത്തില്ല, അതെനിക്ക് ഇഷ്ടമല്ല. എടാ മോനെ, നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടടാ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ, എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നിങ്ങളുടെ വിഷമം എനിക്കല്ലാതെ പിന്നെ ആർക്കാടാ മനസ്സിലാവുന്നത്? പെട്ടെന്ന് ഇത്രയും വലിയ തുക എങ്ങനെ സംഘടിപ്പിക്കാനാ? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തോരം ആണെന്ന് എനിക്ക് അറിയാലോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യണ്ടേ? അപ്പൊ രേവതി വന്ന് പറഞ്ഞു, അച്ഛാ വേണ്ട അച്ഛാ, ക്യാഷൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാം, അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അത് മതി. വെറുതെ കൂടെ നിന്നിട്ട് എന്താ കാര്യം? ക്യാഷിന് ക്യാഷ് തന്നെ വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അകത്ത് കയറി പോയി കേട്ടോ. അപ്പം നമ്മുടെ രേവതിക്ക് എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കി കൊടുക്കണം ഇപ്പൊ രവീന്ദ്രൻ. അത് തന്നെയാണ് രവീന്ദ്രന്റെ ആ ഒരു തത്രപ്പാട് എന്ന് പറയുന്നത്. അപ്പം ആരെയൊക്കെയോ വിളിക്കാനായിട്ട് പോവുക. അപ്പൊ നമ്മുടെ സച്ചിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ. അപ്പൊ രേവതി സച്ചിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സച്ചേട്ടന് വിഷമമായോ? അത് പിന്നെ അച്ഛനോട് പറയേണ്ടിയിരുന്നില്ലല്ലേ രേവതി? അത് പിന്നെ ഇത്രയും വലിയൊരു ഓർഡർ ആദ്യമായിട്ട് കിട്ടിയല്ലേ, ആ സന്തോഷം അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരോട് പറയാനാ? ക്യാഷിന്റെ ആവശ്യമുണ്ടെന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്നാ ഞാൻ പറഞ്ഞത് എന്ന്. അപ്പൊ ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക. എന്നിട്ട് പറഞ്ഞു, അതെ മോനെ, എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ക്യാഷ് തരണം എന്നുണ്ട്, അതിന് കടം മേടിക്കുക അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. നിങ്ങളാണ് ഇപ്പൊ അതിന് വിടുന്നുമില്ല. ഇതൊരു 25,000 രൂപയുണ്ട്, അച്ഛൻ്റെ കയ്യിൽ ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത് മേടിക്കുക, ഇതെങ്ങനെയെങ്കിലും കൈ പിടിക്കുക, ബാക്കി എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കും. അപ്പം സച്ചി പറഞ്ഞു, അയ്യോ വേണ്ട അച്ഛാ, അതിന്റെ ഒന്നും ആവശ്യമില്ല, അച്ഛൻ എന്തെങ്കിലും ആവശ്യം കാണില്ല. അപ്പൊ രേവതി പറഞ്ഞു, അത് വേണ്ട അച്ഛാ, അത് വേണ്ട വേണ്ട, ശരിയാവില്ല. എനിക്ക് എന്താ ആവശ്യം? ഇനിയിപ്പം നിങ്ങളുടെ ആവശ്യത്തെക്കാൾ വലുതൊന്നും അല്ല എന്റെ ആവശ്യം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ കാര്യം നടക്കട്ടെ, അത് നിങ്ങളുടെ കാര്യം അതേപടി പോട്ടെ. നിങ്ങൾക്ക് വേണ്ടത് വലിയൊരു തുകയല്ലേ? അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊന്നും അല്ലെന്ന് എനിക്കറിയാം. 25,000 രൂപ അതിൽ മുങ്ങിപ്പോകുന്ന എനിക്കറിയാം. എങ്കിലും അച്ഛന്റെ ഒരു സമ്പാദ്യം അണ്ണാരക്കണ്ണന് തന്നാലായെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഞാൻ എനിക്ക് പറ്റുന്ന കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി സച്ചി അത് മേടിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ രവീന്ദ്രൻ അത് നിർബന്ധിച്ചു കൊടുക്കുക, എനിക്ക് വിഷമാവും നിങ്ങൾ ഇത് മേടിച്ചില്ലെങ്കിൽ, അതുകൊണ്ട് ഇത് പിടിക്കുക, ജീവിതയാത്രയിൽ ഇതൊക്കെ സാധാരണ ആണ്, ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും ഇതൊക്കെ സാധാരണമാണ്, കിതയ്ക്കും വിയർക്കും, ക്ഷീണം കൂടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, വയ്യാണ്ടായി എന്ന് വരെ വരും. മൂന്ന് സൈഡിൽ നിന്നും അല്ലെങ്കിൽ 4 സൈഡിൽ നിന്നും പല പ്രതിസന്ധിയും ഉണ്ടാകും. ഉള്ളിൽ തീയുള്ളവരെ, വിജയം കൊതിക്കുന്നവരെ, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് ഉയരങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. മോളെ രേവതി, നീ ഉയരങ്ങളിലേക്ക് പറക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോ ഉയരങ്ങളിലേക്കുള്ള യാത്രയാണ്, രണ്ടുപേരും കൂടെ ചേർന്ന് കയറ്റം കയറാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ ഉറപ്പായും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തും. ഈ അച്ഛനാ പറയുന്നത്. ഈ അച്ഛൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുക. നന്നായി വരും മക്കളെ, എന്റെ മക്കള് വലിയവരാകും.
എല്ലാരെക്കാളും അത് ഈ അച്ഛന്റെ ആഗ്രഹം കൂടിയാണ്. അത് നിങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ ആ പൈസ കൊടുത്തിട്ട് അങ്ങ് പോയി കേട്ടോ. രേവതിക്കും സച്ചിക്കും ആ പൈസ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഒരുപാട് ഇവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി പറയുക സച്ചിയേട്ടനോട്, അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ, അത് എന്നെ ഒരുപാട് എന്താ പറയുക, ഉയർച്ചകളിലേക്ക് എത്തിക്കുന്ന പോലെ തോന്നുകയാണ്. ഈ ഓർഡർ ഞാൻ വിട്ട് കളയത്തില്ല സച്ചേട്ടാ, ഇത് ഞാൻ തന്നെ പിടിക്കും, എനിക്കിത് തന്നെ പിടിക്കണം, അല്ലെങ്കിൽ പിന്നെ രേവതി അല്ലാതാവുന്നു. എന്തായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സുധീനെ കേട്ടോ കാണിക്കുന്നത്. സുധി ഇങ്ങനെ മൂടി പൊതച്ചൊക്കെ കിടക്കുകയാണ്, ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആണല്ലോ, അങ്ങനെ മൂടി പൊതച്ച് കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചുമക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രന് ആ ചുമ കേട്ടിട്ട് ആ വഴി വരുന്നത്. ഭയങ്കര ചുമ കേട്ടോ, ഭയങ്കര ചുമ എന്ന് പറഞ്ഞാൽ കിടന്നോണ്ട് ഭയങ്കര ചുമ. അപ്പൊ രവീന്ദ്രൻ ഇതെന്താ ഇവൻ ചുമക്കുന്നതെന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എടാ നീ എന്താ മൂടി പൊതച്ച് കിടക്കുന്നത്, സുഖമില്ല നിനക്ക്? അപ്പോഴത്തേക്ക് ഇങ്ങനെ തൊട്ട് നോക്കി പനിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം രവീന്ദ്രശു നല്ല പനിയുണ്ടല്ലോ, നീ എന്താടാ പറയാതിരുന്നത്? അത് പിന്നെ ആരോട് പറയാന്, ഞാൻ പറയേണ്ട ആളിവിടെ ഇല്ലല്ലോ. ഓ അല്ല, നീ ശ്രുതിയോട് മാത്രമേ എല്ലാം പറയത്തുള്ളോ? എടാ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ഞങ്ങള് നിന്റെ ആരുമല്ലേ, നീ എന്താ ഈ പറയുന്നത്? അത് പിന്നെ ദേ, നീ നിന്റെ അമ്മയുടെ മുമ്പിൽ അവളെ വെറുക്കുന്നതായിട്ട് അഭിനയിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോഴും നിനക്ക് ശ്രുതിയോട് സ്നേഹമാ, അവള് കൂടെ വരുന്നുള്ള ആഗ്രഹവും നിനക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇത് നിന്റെ അമ്മയോട് പോയി പറയ, അല്ലെങ്കിൽ ശ്രുതിയെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറയാ, അതാ വേണ്ടത്. അല്ലാതെ ഇതിപ്പം പേടി കാരണം നീ എന്തിനാ ഇതൊക്കെ ചെയ്യാതിരിക്കുന്നത്? എടാ എത്ര നാളാടാ പേടിയാന്നും പറഞ്ഞ് നീ ഇങ്ങനെ ജീവിക്കുന്നത്? നിനക്ക് നാണാവുന്നില്ലേ? അല്ല അതൊക്കെ പോട്ടെ, നീ മരുന്ന് കഴിച്ചോടാ? അത് പിന്നെ ഇല്ലച്ചാ, ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. എടാ മരുന്ന് കഴിക്കാതെ പനി മാറുമോ? നീ എണീറ്റെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കാം. വേണ്ടച്ചാ, തനിയെ മാറിക്കോളും, ഹോസ്പിറ്റലിലൊന്നും പോവണ്ട അച്ഛാ. ദേ എണീക്കാനാ പറഞ്ഞത്, മര്യാദയ്ക്ക് എണീക്ക്, അച്ഛൻ കൂടെ വരാം, നിന്നെ അച്ഛൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു നമ്മുടെ സുധീനെ പിടിച്ചു പതുക്കെ എണീപ്പിച്ചിട്ട്, ബാ ഞാൻ നിന്നെ കൊണ്ടുപോകാം ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞ് ബെഡേൽ ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, ദേ ഞാൻ പറയുന്നത് കേക്ക്, ആരുമില്ല എന്നുള്ളൊരു തോന്നലൊന്നും നിനക്ക് വേണ്ട, ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലേ, എല്ലാവരും ഉണ്ട്, വിഷമിക്കണ്ട. ഈ ഒരു വിഷമമൊക്കെ കുറച്ച് നാളത്തേനെ കാണത്തുള്ളൂ, അതൊക്കെ പതുക്കെ മാറിക്കോളും, നീ റെഡിയാക്കി പെട്ടെന്ന് ചെല്ല്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. ഏതായാലും സുധി ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്ന് എണീറ്റു കേട്ടോ. എണീറ്റ് ഹോസ്പിറ്റലിൽ പോകാനൊക്കെയാന്ന് തോന്നുന്നു. ഒരാൾ വന്ന് ആശ്വസിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് അത് അച്ഛനാകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സന്തോഷം അത് വേറെ ഒന്നാണല്ലോ. എത്രയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ശ്രുതി ഇല്ലാത്തതിന്റെ വല്ലാത്തൊരു മിസ്സിങ് ഉണ്ട്. എന്നാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ശ്രീകാന്തും വർഷം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോവല്ലേ, വർഷയ്ക്ക് വലിയ സങ്കടമാണ്. ശ്രീകാന്ത് ആണെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സന്തോഷത്തോടു കൂടി, നല്ല ചിരിച്ച മുഖത്തോടു കൂടി. നല്ല എന്താ പറയുക, മസാല ദോശ അങ്ങാണ്ടാട്ടോ, മസാലയൊക്കെ വെച്ചാണ് ദോശ ചുട്ടെടുക്കുന്നത്. നമ്മുടെ വർഷയ്ക്ക് കൊടുക്കാനായിരിക്കും. വർഷയാണെങ്കിൽ ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആ ഒരു സ്പെഷ്യൽ മസാല ദോശ കൊണ്ടുവന്നപ്പോഴത്തേക്കും വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് വർഷ ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ശ്രീകാന്ത് പറഞ്ഞു, നിക്കടി, നീ ഇത് കഴിച്ചിട്ട് പോ. അപ്പൊ സച്ചി രേവതിയും വന്നിട്ട്, എങ്ങോട്ടാ ഈ ഓട്ടം? അതെ, അവൻ സ്നേഹത്തോടെ കൂടി ഉണ്ടാക്കി തരുന്നത് എന്തിനാ നീ കഴിക്കാതെ പോകുന്നത്? മര്യാദയ്ക്ക് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു, ഇത് അവള് കഴിക്കാതെ അങ്ങനെ വിടേണ്ട കാര്യമില്ലല്ലോ. സച്ചേട്ടാ, അവളെ പേടിപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്തേ, ഭക്ഷണം കൊടുത്തേ. എത്ര പിള്ളേരെ ഞാൻ പേടിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇന്ന് ഇവളെ ഞാൻ കഴിപ്പിക്കും. അതെ പക്ഷേ, ഇരിക്കാനല്ലേ പറഞ്ഞത്, മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം. ദേ ഇവിടെ നോക്കിക്കേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞ് മീശയൊക്കെ പിടിച്ചിട്ട്, ശ്രീകാന്തേ അത് വെച്ചു കൊടുത്തേ, മര്യാദയ്ക്കാണെങ്കിൽ ഇത് കഴിച്ചോണം, ഇല്ലെങ്കിൽ ഈ സച്ചി ആരാണെന്ന് അറിയുന്നു. എവിടെന്ന് നമ്മുടെ വർഷ പേടിക്കുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ശ്രീകാന്ത് അവിടെ നിൽപ്പുണ്ട്. സച്ചി ചോദിച്ചു, എടാ ശ്രീകാന്ത് ഇതെന്തുവാടാ ഇവള് പേടിക്കാത്ത, ഇവളെന്നെ നാണം കിടത്തുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സച്ചിയുടെ ഡോസ് കൂട്ട്. അപ്പൊ സച്ചി ഇച്ചിരിയും കൂടെ ഒച്ചത്തില്, എടാ എടി കഴിക്കടി, നിനക്ക് പേടിയാവുന്നില്ലല്ലേ, നിന്നെ ഞാൻ പേടിപ്പിക്കണോടി, നിന്നെ ഇപ്പൊ പേടിപ്പിക്കാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലൊക്കെ കടിച്ചിട്ട് ഒച്ചയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് ദേഷ്യപ്പെടുവാണ്. നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല, നാട്ടിലെ കൊള്ളപ്പലിശക്കാരും തെമ്മാടികളും സച്ചിനെ കണ്ടാ ഓടും, 4-ാം വഴി ഓടും. നിനക്ക് എന്നെ പേടിയില്ലല്ലേടി, മര്യാദയ്ക്ക് കഴിക്കടി, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് കറക്കിയെടുത്ത് ഞാൻ വെളിയിൽ എറിയുന്ന. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷം അങ്ങോട്ട് കരയാൻ തുടങ്ങി കേട്ടോ, ഭയങ്കര കരച്ചിട്ട് പൊട്ടിക്കരയുന്നു. അപ്പോഴത്തേക്ക് സച്ചിക്ക് അങ്ങ് പേടിയായിട്ടോ.
രേവതി പറഞ്ഞു, ഇപ്പൊ കണ്ടോ ഇത് കരയിച്ചു. എന്താ സച്ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് ആയിട്ട് മതിയെന്ന്. അപ്പോഴത്തേക്ക് സച്ചേട്ടൻ, അത് പിന്നെ ഞാൻ കുറച്ച് കൂടിപ്പോയല്ലേ, ഷോ ഇനിയിപ്പൊ എന്ത് ചെയ്യും, എന്ത് ചെയ്യും. ദേ നിങ്ങള് ആളൊരു ഭീകരൻ തന്നെയാണ് കേട്ടോ. ഞാനോ ഭീകരനോ? ആ അതെ ഭീകരൻ തന്നെയാ. അവള് കരയുന്നത് കണ്ടില്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ചിരിച്ചിട്ട് പറഞ്ഞു, അതെ സച്ചേട്ടനെ നാണം കെടുത്തുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കരഞ്ഞതാട്ടോ, അല്ലാതെ പേടിച്ചിട്ടൊന്നും അല്ലാട്ടോ എന്ന്. അപ്പോഴത്തേക്ക് സച്ചി അയ്യേ പേടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ചമ്മി അങ്ങോട്ട് മാറി ഇങ്ങോട്ട് നിൽക്കാണ് കേട്ടോ. അപ്പൊ രേവതി പറഞ്ഞു, കണ്ടോ കണ്ടോ ഇവിടെ ചിരിക്കുന്ന കണ്ടോ കള്ളി. അതുകൊണ്ടാണല്ലോ സച്ചേട്ടൻ ഈ ഐറ്റം പുറത്തെടുത്തത്. അത് പിന്നെ വർഷേ മോളെ നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ, അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അപ്പൊ സച്ചിൻ പറഞ്ഞു, ശരിയാ രേവതി പറയുന്നത്. അല്ല ഞാൻ അടുത്ത ഐറ്റം എടുക്കണോ? വേണ്ട 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 ഞാൻ കഴിച്ചോളാമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു തമാശയൊക്കെ ആ രൂപേണ നമ്മുടെ വർഷ നമ്മുടെ ശ്രീകാന്ത് കൊണ്ടുവന്ന മസാല ദോശ അങ്ങോട്ട് കഴിച്ചു. ശ്രീകാന്തിന് സന്തോഷമായി. അപ്പൊ രേവതി പറഞ്ഞു, ഇത് ആദ്യമേ ചെയ്താ പോരായിരുന്നോ വർഷേ, അപ്പൊ അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം സച്ചി പറയുന്നുണ്ട്, ചെറുക്കന്റെ സന്തോഷം കണ്ടില്ലേ, ഭയങ്കരമായിട്ട് കെട്ടികളെ കെയർ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പൊ രേവതി പറഞ്ഞതേ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ ആളാട്ടോ, അതേ ഇവിടെ ഇപ്പൊ മുഴുവൻ കഴിച്ചു തീർന്നെന്ന് പറഞ്ഞു. ഏതെങ്കിലും കഴിച്ചു തീർന്ന ഉടനെ നമ്മുടെ വർഷ പറഞ്ഞു, എനിക്ക് മതി എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, നീ കഴിച്ചു തീർന്നല്ലോ, ഇപ്പോഴാണോ നിനക്ക് മതി എന്ന് പറയാൻ തോന്നിയത്, അതിനകത്ത് ഒന്നും ഇല്ലല്ലോടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചിൻ രേവതിയൊക്കെ ചിരിക്കുന്നു. നമ്മുടെ വർഷ പോയി കൈ കഴുകാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് സച്ചിയോട് രേവതിയോട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറിപ്പോയി. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചി പറയുക, അതേ രേവതി ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ, ക്യാഷ് സംഘടിപ്പിക്കണ്ടേ? സംഘടിപ്പിക്കണം സച്ചേട്ടാ. അല്ല സച്ചേട്ടാ എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട്. അതൊന്നും പുറത്ത് കാണുന്നില്ലല്ലോ. അതെന്തിനാ പുറത്ത് കാണിക്കുന്നത്? നമ്മുടെ ടെൻഷനും വിഷമവും ഒക്കെ അത് നമ്മുടെ ഉള്ളിൽ തന്നെ കിടന്നാ പോരെ, അത് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല വർഷയുടെ ശ്രീകാന്തിന്റെ കയ്യിൽ കുറച്ച് ക്യാഷ് വല്ലതും കാണുമോ, നമുക്ക് അവരോട് ചോദിക്കാം. ചേ അതൊന്നും വേണ്ട സച്ചേട്ടാ, ഈ സമയത്ത് അവരോട് ചോദിക്കുന്നത് ശരിയൊന്നുമല്ല. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിക്കാം. എന്നാല് സച്ചേട്ടാ ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം, എനിക്ക് അമ്മേനെ ഒന്ന് കാണണം. എന്നാ പിന്നെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. ഏയ് വേണ്ട വേണ്ട, ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് പൊക്കോളാം, സച്ചേട്ടൻ ഓട്ടത്തിന് പൊക്കോന്ന് പറഞ്ഞിട്ട് സച്ചിനെ പറഞ്ഞു വിടുവാണ്. അങ്ങനെ രേവതിയൊക്കെ പെട്ട് നിൽക്കാണ് കേട്ടോ. എങ്ങനെയെങ്കിലും 3 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സച്ചി നേരെ ടാക്സി സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ഈച്ചയൊക്കെ ഉണ്ട്. അപ്പൊ ഈ സച്ചിനെ കണ്ട ഉടനെ തന്നെ ഇവര് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയുടെ സച്ചി, മുഖത്തൊരു വിഷമം പോലെ. അത് പിന്നെ ചില സമയം എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ചില അമ്മ പറയും എന്റെ തലയെ പിണ്ണാക്കാണെന്ന്, അപ്പൊ അതൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നു പറയുമ്പോഴത്തേക്കും നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം നീച്ച ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ നമ്മുടെ രേവതിക്ക് ഒരു വലിയൊരു ഡെക്കറേഷൻ ഉള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ വലിയൊരു ഡെക്കറേഷൻ ചെയ്യാനുള്ള ഒരു വർക്കാണ്, ഒരു 8 ലക്ഷം രൂപയുടെ വർക്കാ. അഡ്വാൻസ് ഒരു 5 ലക്ഷം രൂപ നമ്മളിപ്പോ കൊടുക്കണം പൂ മേടിക്കാനായിട്ട്. പക്ഷേ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും കടയില് പൂവിന് ഓർഡർ കൊടുക്കാൻ പറയാം, അപ്പം പിന്നെ ചെറിയൊരു തുക അഡ്വാൻസ് കൊടുത്താൽ പോരെ? ഇത് അറിയുന്ന കട തന്നെയാണെന്നേ, അവള് സ്ഥിരമായിട്ട് പൂ എടുക്കുന്ന കടയാണ്. അവർക്കൊന്നും അങ്ങനെയൊന്നും തിരിക്കാനും മറിക്കാനൊന്നും പറ്റത്തില്ല, പാവങ്ങളാ. അവർക്ക് ഈ 5 ലക്ഷം രൂപ കൊടുത്തേ പറ്റത്തുള്ളൂ. അവള് ക്യാഷിന് വേണ്ടി നെട്ടോട്ട് ഓടുക. എന്നെ കൊണ്ടാണെങ്കിൽ വേണ്ട രീതിയിലൊന്നും സഹായിക്കാനും പറ്റുന്നില്ല. അതിന്റെ ഒരു ടെൻഷനാണ് എനിക്ക്. എന്താണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അല്ല അഡ്വാൻസ് പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ പൂ ഇറക്കത്തില്ല. ആ വർക്ക് ചെയ്യാനും പറ്റത്തില്ല. വർക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ വർക്കല്ലല്ലോ. അത് നഷ്ടമായി പോയാലേ രേവതി ആകെപ്പാടെ തകർന്നു പോകും. അത് അവൾക്കൊരു വിഷമമായി പോകുന്നേ. അവൾക്ക് പിന്നെ ഈ വർക്ക് ഒരിക്കലും ചെയ്യാൻ പോലും പറ്റത്തില്ല. ഒരു 3 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ബാക്കി പൈസയും കൂടെ വേണം. അച്ഛൻ കുറച്ച് പൈസ തന്നിട്ടുണ്ട്, ബാക്കി തുക എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അതിനെന്താ ഒരു വഴിയെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഈച്ച പറഞ്ഞു, അതെ ഏടാ നിങ്ങൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന ക്യാഷും കെടുത്തതെന്ന് പറഞ്ഞു. ആ കൂട്ടുകാരന്മാരുടെ കയ്യിലിരിക്കുന്നത് ഈച്ചയാട്ടോ പറഞ്ഞത്. അപ്പം കൂട്ടുകാരന്മാരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ എടുത്തു. എന്നിട്ട് നമ്മുടെ ഈച്ചയുടെ കയ്യിലിരിക്കുന്ന ക്യാഷും കൂടെ എടുത്തിട്ട്, അതെ ഇതേ ഞങ്ങളുടെ വക, ഇത് ഞങ്ങളുടെ വകയാണ്, ഒത്തിരി വലിയ തുകയൊന്നുമില്ല, എന്നാലും ഇത് ഇത് വെച്ചോ. അയ്യോ വേണ്ട, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. എന്താടാ ഈച്ച ഇത്, ഞാൻ എങ്ങനെയെങ്കിലും ക്യാഷ് സംഘടിപ്പിച്ചോളാന്നേ. നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഓട്ടോ ഓടി നിങ്ങളുടെ കൈ ക്യാഷ് ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ചെലവിനുള്ള ക്യാഷ് ആയിരിക്കും ഇത്. അത് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യം വന്നാലും നീ വെറുതെ നോക്കിയിരിക്കുവോ, സഹായിക്കത്തില്ലേ? അതുകൊണ്ടാന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഇത് ഒത്തിരി പൈസയൊന്നുമില്ല, ഇത് നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ വെച്ച് കൊടുത്തുട്ടെ നമ്മുടെ ഈച്ച. നമ്മുടെ സച്ചിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോയിട്ടോ. അപ്പം ഇതിനിടയിൽ നമ്മുടെ ഈച്ച പറയുന്നുണ്ട്, അതെ നിങ്ങളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും കാണുമെങ്കിൽ അതുകൂടെ ഇവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈച്ചേ. അല്ല ഇനി എത്ര രൂപ വേണ്ടി വരുമോ അതൊന്ന് പറ സച്ചി.
ഇനി 1.5 ലക്ഷം രൂപ വേണ്ടി വരും. എടാ, നിന്റെ അച്ഛമ്മയുടെ അടുത്ത് ക്യാഷ് കാണുമല്ലോ, നീ ചോദിച്ചാലേ അതിന്റെ ഇരട്ടി തരും. നീ ഏതായാലും അച്ഛമ്മയോട് ഒന്ന് ചോദിച്ചു നോക്ക്. അത് പിന്നെ അച്ഛമ്മയോട് ചോദിക്കാന്ന് ഞാൻ രേവതിയോട് പറഞ്ഞതാ. പക്ഷെ അവള് പറഞ്ഞു അതൊന്നും വേണ്ട, അച്ഛമ്മേനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന്. ഈ വയസ്സാം കാലത്ത് അല്ലെങ്കിലും പിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് അച്ഛമ്മേനെ? പിന്നെ പെട്ടെന്ന് നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട വരും, ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ട വരും. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലടാ, ഇനി ക്യാഷിന് എവിടെ പോകാനാന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നെട്ടോട്ട് ഓടി നടക്കുക കേട്ടോ. അപ്പൊ ഈച്ചയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം, എന്താ പറയാ, സച്ചിനെ ഒന്ന് സഹായിക്കണം എന്നാണ് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്തു കൊടുത്ത്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതിനെയാണ് കാണിക്കുന്നത്. അപ്പൊ രേവതി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഏതായാലും വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ലക്ഷ്മിയോടും ദേവുവിനോടൊക്കെ ഈ കാര്യം അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്, അത് ചോദിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോളെ എന്താ മോളെ ഇത്, നിന്റെ അമ്മയല്ലേ ഞാന്, നീ ചോദിച്ച തന്നെ നീ ചോദിക്ക്. അത് പിന്നെ എനിക്ക് വലിയൊരു ഓർഡർ കിട്ടിയ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിൽ ഉടമയുടെ മോളുടെ കല്യാണമാണ്, ഓഡിറ്റോറിയത്തിലും വീടിലും ഒക്കെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യണം. ഒരു 8.25 ലക്ഷം രൂപയുടെ ഓർഡറാ. 8.25 ലക്ഷത്തിന്റെ ഓർഡറോ? എന്താ മോളെ ഇത്, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മോളെ, അവര് നിന്നെ പറ്റിക്കാൻ പറഞ്ഞൊന്നും അല്ലല്ലോ, ഫൂളാക്കാൻ? അല്ല, ഫൂളാക്കാനൊന്നും പറഞ്ഞതല്ല. ഇപ്പൊ നമ്മുടെ ദേവ് പറഞ്ഞു, അപ്പം ചേച്ചി ബിസിനസ്സിൽ കുതിച്ചു കയറുകയല്ലേ, അപ്പം ചേച്ചിനെ പിടിച്ചാൽ കിട്ടത്തില്ല. അത് പിന്നെ അത് ഡെക്കറേഷൻ ചെയ്യാനേ ഒരു 7 ലക്ഷം രൂപയുടെ പൂ നമ്മൾ എടുക്കേണ്ട വരും. പൂ എടുക്കണമെങ്കിൽ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഒരു 3.5 ലക്ഷത്തോളം രൂപയുണ്ട്. ഇനിയും ഒരു 1.5 ലക്ഷം രൂപ വേണം. അതും കൂടെ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒഴിവാക്കി വിടേണ്ട വരും. അല്ല, അമ്മയുടെ കയ്യിൽ കുറച്ച് എന്തെങ്കിലും എടുക്കാന്? അയ്യോ, കുറച്ചെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ ദിവസം ഞാൻ ലോൺ അടിച്ചു. അല്ല, ഇപ്പോഴേ എൻ്റെ കയ്യിൽ 5,000 രൂപയുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, 5,000 രൂപയല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ആവശ്യം വന്നാലേ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും, അതുകൊണ്ട് വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്നാ പിന്നെ എന്റെ കുറച്ച് സ്വർണം തരട്ടെ, അത് നീ കൊണ്ടുപോയി പണയം വെച്ചോ. എന്നിട്ട് കാതിലും കഴുത്തിലും കയ്യിൽ വെക്കൊന്നും ഇല്ലാതെ നടക്കാനല്ലേ? അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാന് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ നോക്കിക്കോളാം. അമ്മ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാം എന്നേ. അല്ല, എന്നാലും മോളൊരു കാര്യം പറഞ്ഞപ്പോ നീ ഒന്ന് ചോദിച്ചിട്ട് എനിക്ക് തരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. സാരയില്ലെന്ന്, പൂ കൊടുക്കാനുള്ളതല്ലേ, അമ്മ ചെല്ലാന്നോ, അമ്മ അങ്ങോട്ട് ചെന്നേ, വേറെ പണിയില്ലേ, അമ്മ ഇനി ഇത് മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കല്ലേ. അല്ല, നീ എന്തെങ്കിലും കുടിച്ചിട്ടും കഴിച്ചിട്ടും പോണം കേട്ടോ, ദേവു മോളെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി പൂ കൊടുക്കാനായിട്ട് അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദേവ് പറഞ്ഞു, ക്യാഷ് ഞാൻ തരാന്ന്. നീയോ? എന്റെ അക്കൗണ്ടിൽ ഒരു 50,000 രൂപയുണ്ട്, അത് ഞാൻ എടുത്തു തരാം. നിനക്ക് എന്തെങ്കിലും ആവശ്യം കാണില്ലേ? ഇപ്പൊ എനിക്ക് ഒരാവശ്യമില്ല, ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ചേച്ചി എന്നെ സഹായിച്ചാൽ മതി. അല്ല, എന്നാലും അത് എടുക്കേണ്ട ദേവും. ചേച്ചി ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു തരുന്നുണ്ട്. അതിന് ഞങ്ങൾ എന്തെങ്കിലും പകരം ചെയ്യണ്ടേ? ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിത്തം നിർത്തിയാളാ, ജോലി ചെയ്ത് പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചു. എനിക്ക് ജോലി കിട്ടിയിട്ടും എന്നെ കൊണ്ട് 10 രൂപയുടെ ഉപകാരം ചേച്ചിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടേ? ചേച്ചി എന്നോട് ഇതുവരെ ആയിട്ട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ എത്ര തന്നാലും അത് അധികമാകത്തില്ല, അതാ പറഞ്ഞത്. ചേച്ചി ഇതങ്ങ് മേടിച്ചേ. ശരി മോളെ, ഞാൻ മേടിക്കാം. ഇനിയിപ്പൊ അതിന്റെ പേരിൽ നിനക്കൊരു വിഷമം ആകണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവു ദേവു അല്ല, രേവതി ദേവുവിന്റെ കയ്യിൽ നിന്ന് ആ ഒരു പൈസ മേടിച്ചിട്ട് പറഞ്ഞു, അതെ, ഞാൻ തിരികെ തന്നേക്കാം കേട്ടോ, ഫംഗ്ഷൻ കഴിഞ്ഞ് ക്യാഷ് കിട്ടത്തുള്ളൂ. അത് വേണമെന്ന് ഞാൻ പറഞ്ഞോ? അതൊന്നും എനിക്ക് വേണ്ടെന്നേ. അല്ല, എങ്കിലും തരണമല്ലോ. അല്ല, ഇനി 1 ലക്ഷം രൂപയും കൂടെ ആവശ്യമുണ്ട്, അത് ഞാൻ എവിടെ നിന്ന് മേടിക്കും? അതാ എനിക്ക് അറിയത്തില്ലാത്തത്. അത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കറിയാവുന്ന ഒരു ഫൈനാൻസർ ഉണ്ട്, ഞാൻ അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. അയ്യോ, അതൊക്കെ വേണോ? ഒരു കുഴപ്പമില്ല ചേച്ചി, ഫംഗ്ഷൻ കഴിഞ്ഞ് ക്യാഷ് കിട്ടുന്നല്ലേ പറഞ്ഞത്, അപ്പൊ കൊടുത്താൽ മതി, കുറച്ച് ദിവസത്തെ കാര്യല്ലേ. ഞാനൊന്ന് ചോദിച്ചു നോക്കാം. അല്ല, അദ്ദേഹം ഈടൊന്നും വെക്കാതെ അത്രയും ക്യാഷ് തരുമോ? തരുന്ന എന്റെ ഒരു വിശ്വാസം, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്നാല് മോള് ചോദിച്ചു നോക്ക്. എനിക്ക് തോന്നുക എന്നെ കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടായോന്ന്. ബുദ്ധിമുട്ടോ? ചേച്ചിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് എന്റെയും കൂടെ ആവശ്യമല്ലേ. ഈ വർക്ക് കഴിയുന്നതോടെ ചേച്ചി വേറെ ലെവലാകും, നോക്കിക്കോ. ചേച്ചി ഒരു വലിയ ബിസിനസ്സുകാരിയാകും കേട്ടോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ, എന്നാ പിന്നെ കുടിക്കാൻ എടുക്കട്ടെ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞ് രേവതി അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പം ഏത് ഫിനാൻസറുടെ കയ്യിൽ നിന്നാണോ നമ്മുടെ ദേവു പൈസ മേടിക്കാൻ പോകുന്നത്,
ചിലപ്പോഴേ നമ്മുടെ അരുൺ ഫിനാൻസറുടെ കയ്യിൽ നിന്നായിരിക്കും. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.